നമ്മൾ നോക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം സർപ്രൈസ് പാക്കേജ് പോലെ, അതായത് ഒട്ടും ഫിറ്റ് അല്ലാത്തൊരു സ്ഥലത്ത് രാജഭവലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇത് എത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ അതെന്ത് കോമ്പിനേഷൻ. ഇത് കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോ ഏതോ ഒരു ഈ ചെറിയിലൊക്കെ ഉണ്ടാക്കുന്ന ഇവളാണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെയും എൻ്റെ കുറെ ഫോട്ടോസ് ഇട്ട് ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഭാര്യ നോക്കിയത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് തെറിയല്ല, കോമഡിയാ. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും. പക്ഷെ ഇവൾക്ക് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇവള് നോക്കുമ്പോ മറ്റേതാ ഉത്തരം. പിന്നെ ഞങ്ങള് ഭർത്താവിന് ആക്സിഡന്റ് പറ്റുമ്പോ കിണറ്റിലിടാറുള്ള പതിവ് ഈ സാധനങ്ങളുടെ ഒരു കുത്തൊഴുക്ക. അപ്പൊ ആള് പക്ഷെ എടുത്തിട്ടുള്ള സ്ട്രഗിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും കരിയർ വൈസ് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുക. അവള് ആ സ്റ്റാർട്ടിങ്ങിൽ ആ ജോലിയിൽ നിന്ന് മാറേണ്ടി വരിക, ഒരു മാസം വലിയൊരു ലീവ് എടുക്കേണ്ടി വരിക. ഫുൾ ടൈം എൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഒരു ഷോൾഡർ ആയിരുന്നു, ആക്ച്വലി ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു മൊത്തത്തിൽ അവള്. ഗിരീഷേട്ടനും ഞാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഗിരീഷേട്ടൻ്റെ അടുത്ത് വിഷമം പറയുമായിരുന്നു. സാധാരണ നമ്മളൊരു സക്സസ് സിനിമ, പ്രത്യേകിച്ച് വലിയൊരു സക്സസ് സിനിമ കാണുമ്പോൾ നമ്മൾക്ക് ഇൻഡസ്ട്രിയിൽ നമ്മളെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ പോസ്റ്റുകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇന്ന സിനിമ കണ്ടു, ഇന്നതാണ് എന്ന് പറയും. പ്രേമലുവിൽ അത് ഭയങ്കര കുറവായിട്ട് എനിക്ക് നമ്മളിത് ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത് പല സ്ഥലത്തു നിന്ന് കാണാതെ വന്നിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഗിരീഷേട്ടനോട് ഇങ്ങനെ പറയുമായിരുന്നു, ഗിരീഷേട്ടൻ നമ്മുടെ പടം ഇടുന്നില്ലല്ലോ. പടം ഇപ്പുറത്ത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ എന്നെ ഇപ്പോൾ ഫാസിൽ സാറ് വിളിച്ചു, സത്യൻ സാറ് വിളിച്ചു, ദിലീപേട്ടൻ വിളിച്ചു, പേര് പറഞ്ഞ ആരൊക്കെ വിട്ടു, ജയസൂര്യ ജയേട്ടൻ വിളിച്ചു, അങ്ങനെ കുറേ പേര് വിളിച്ചു. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം സർപ്രൈസ് പാക്കേജ് പോലെ, അതായത് ഒട്ടും ഫിറ്റ് അല്ലാത്തൊരു സ്ഥലത്ത് രാജഭവലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇത് എത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ അതെന്ത് കോമ്പിനേഷൻ. അങ്ങനെയായിരുന്നു ഞാനൊക്കെ. എൻ്റെ അടുത്ത് ശ്യാമേട്ടൻ പറഞ്ഞ ശ്യാമേട്ടൻ എൻ്റെ അടുത്ത് പറയണ രാജ്മോഹൻ ഇങ്ങനെ എടുക്കാൻ സെറ്റ് ആവുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെയാണ് ഇവരൊരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി, ഞങ്ങളെല്ലാവരും മറ്റേ ബാഹുബലിയുടെ ഇല്ലുസ്ട്രേഷൻ ചെയ്തത്. അപ്പൊ അത് കണ്ട് അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടുള്ള വലിപ്പവും പരിപാടികളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടും പേടിച്ചിട്ടും ഒക്കെയാണ് സക്സസ് സെലിബ്രേഷന് പോകുന്നത്. പക്ഷെ അവര് ഇവിടെ ഉള്ള നമ്മളുടെ കോവർക്കേഴ്സും നമ്മുടെ കൊളീഗ്സും ഒക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും റെസ്പെക്റ്റിലും സ്നേഹത്തിലും ഒക്കെയാണ് അവര് നമ്മളെ നോക്കുന്നത്. രാജമൗലി സാറൊക്കെ നമ്മുടെ കൂടെ നിൽക്കുക സ്റ്റേജിൽ, നമ്മളെ പറ്റിയിട്ട് ഇന്ന് സംസാരിക്കുക. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഒരു മൊമെന്റോ കൈമാറി ഇവരിറങ്ങിപ്പോവും എന്നുള്ളത് വിചാരിക്കുന്നിടത്ത് നിന്ന് നമ്മളെ പറ്റിയിട്ട് നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാള് സംസാരിക്കുക എന്ന് പറയുന്നതിന്റെ ഹൈ ആയിരുന്നു. പുള്ളി നമ്മുടെ സിനിമ കണ്ടു എന്ന് പറയുന്നത് തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ഹൈ. എന്നെ കണ്ടല്ലോ, ഞാൻ പെർഫോം ചെയ്യുന്ന കണ്ടല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഹൈ. ബട്ട് നമ്മളെ പറ്റിയിട്ട് പറയുമ്പോൾ ഹൈ ഭയങ്കര വലുതായിരുന്നു. ഈ പറയുന്ന പോലെ ഇപ്പോൾ രാജമൗലി പറയുന്നിടത്തുള്ള ഓഡിയൻസ് അടക്കം നിങ്ങളെ കണ്ടിരിക്കുന്ന ഇത്രയും വലിയ ക്രൗഡ്, അന്യനാട്ടിലെ അന്യഭാഷ സംസാരിക്കുന്നവരെ, അവിടെ പ്രേമലൂരുണ്ടാവുന്ന റീച്ച്, ഈ പറയുന്ന സപ്പോർട്ട് എല്ലാ അഡ്വാൻറ്റേജ് ആണല്ലോ പിന്നെ വരുന്ന കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് ഉള്ള അഡ്വാൻറ്റേജസ് ആണ്. അവിടെ നിന്ന് പ്രേമലു 2 വരുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഈ ദിലീഷയുടെ കൈവശം പറഞ്ഞു, പ്രേമലുവിൻ്റെ സ്കെയിൽ വലിപ്പമായിരിക്കും പ്രേമലു 2-ൻ്റെ, പക്ഷേ പ്രേമലുവിൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്, അവരാണ് ഈ സിനിമയുടെയും ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പ്രേമലു 2 വരുമ്പോൾ അമൽ ഡേവിസിന്റെ എക്സ്പെക്ടേഷൻ ശരിക്കും എന്താ? അത് എനിക്ക് ആക്ച്വലി ഞാൻ വീട്ടിൽ പോകുന്ന പോലെ മറ്റേ എനിക്ക് അങ്ങോട്ടേക്ക് ഞാൻ വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, ഞാൻ വലുതായിട്ട് ടെൻഷൻ അടിക്കണ്ട. കാരണം ഭയങ്കര കംഫർട്ട് സ്പേസിലോട്ടുള്ള തിരിച്ചു പോക്ക. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആ ഗിരീഷേട്ടൻ നോക്കിക്കോളും. ഗിരീഷേട്ടൻ അറിയാം ഇത് മതി എന്നുള്ള സാധനം കറക്റ്റായിട്ട് അറിയാം. അപ്പോ ഞങ്ങളെല്ലാവരും തമാശക്ക് പറയും നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ അടുത്ത പടം എന്താന്നുള്ള ടെൻഷനിൽ നമ്മൾ എപ്പോഴും പറയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പ്രേമലു 2 ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അത് 2 കാര്യമുണ്ട്. ഒന്ന്, ആ സിനിമ ഇനിയും എത്തുക, ആളുകളിലേക്ക് എത്തുക, അമൽ ഡേവിസ് വീണ്ടും വരിക, റീനു, സച്ചിൻ, ആദി ഇവരുടെയൊക്കെ തിരിച്ചുവരവുകള്, അതിനേക്കാൾ ഞങ്ങളെല്ലാവരുടെയും ഒരു ടൈം വീണ്ടും തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പൊ ഒരു മാനേജിങ് ആ. ഇപ്പൊ അവൻ ഫ്രീ ആവുമ്പോ അവന്റെ അടുത്തേക്ക് അവൾ ഫ്രീ ആവും. അങ്ങനെ ഇപ്പൊ ശ്യാമാണെങ്കിൽ അങ്ങനെ എല്ലാരും മിക്സ് ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ ഒരു ഗ്യാതറിങ് അല്ല നടക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരിക്കും. പിന്നെ ഗിരീഷേട്ടൻ, കിരൺ ഇവരുടെയൊക്കെ വൈബ് ഭയങ്കര അടിപൊളി. അജ്മല്, DOP അജ്മല്, ഞങ്ങളുടെ ഒരു അസോസിയേറ്റ് ഒക്കെ ഉണ്ട് സനത്ത്, ഷിബിൻ ചേട്ടൻ, ഇവരൊക്കെ നമ്മുടെ അവിടുത്തെ ക്രൂവെ
ഈ തമാശകളെ ഹെൽപ്പ് ചെയ്യുന്ന ക്രൂവാ. നമുക്ക് തമാശ പറയാൻ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും. ഈ സംഗീതിന്റെ പാർട്ട്ണറും സംഗീതും ഈ പറഞ്ഞ ആക്സിഡന്റിന് ശേഷമുള്ള അത് ഭയങ്കര ക്രൈസിസ് ഫേസ് ആണ്. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും? ഫിസിക്കലി ഇഞ്ചേർഡ് ആവുന്ന പോയിന്റ് ഇത് പുറത്ത് കടക്കണം, ഈ പറഞ്ഞ സോ കോൾ ഹാപ്പി ഇതിലോട്ട് തിരിച്ചെത്തണം, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. ആ ടൈം നിങ്ങൾ ഒരുമിച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റുകള്, നിങ്ങൾ ആ ഒരു ടൈം ഭയങ്കര ബാലൻസ് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു ടൈം എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഡൈനാമിക്സ്? ഞാൻ ആക്ച്വലി ഭയങ്കര ഈ നേരത്തെ പറഞ്ഞ ഇൻസെക്യൂരിറ്റിയുടെ പീക്കിലിരിക്കുന്ന സമയം, അതായത് പ്രേമലുവിന്റെ സക്സസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഡിപ്പ് ഉണ്ടല്ലോ നമ്മളുടെ, ഇനി എന്താണ് അടുത്തതെന്ന് പറയുന്ന എനിക്ക് വന്ന 1-2 കുറച്ച് വലിയ പ്രൊജക്ടുകൾ ഞാൻ പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ ക്യാരക്ടറുടെ എനിക്ക് ഉള്ള ഡൗട്ടുകൾ കൊണ്ടൊക്കെ വിടേണ്ടി വരുന്നു. അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടാവും, പക്ഷെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതിന് എടാ അത് വേണമായിരുന്നെന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് ഡൗട്ട്ഫുൾ ആവും. അല്ലെങ്കിൽ എനിക്കൊരു കൺവിക്ഷനിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വന്ന് ഞാൻ ഇൻസെക്യൂരിറ്റിയിൽ ഇരുന്ന് ഇതാണ് അടുത്തത്, ഈ മാസം കഴിഞ്ഞ അടുത്ത പരിപാടി, അത് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഒരു ആക്സിഡന്റ് വരുന്നത്. എല്ലാം മാറണേ. പ്രേമലു അപ്സൈഡ് ഡൗൺ ആക്കിയ പോലെ തന്നെ നമ്മുടെ അതുപോലെയുള്ള എല്ലാ പ്ലാനുകളും മാറ്റണം. അപ്പോൾ എൻ്റെ അടുത്ത് ശ്യാം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ സമയത്ത് ഞാൻ കുറെ ഫിലോസഫിക്കൽ പോസ്റ്റ് സ്റ്റോറി ഇടുമായിരുന്നു. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഒരു രക്ഷയില്ലാന്ന് ചോദിച്ചിരിക്കുമ്പോ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഒരു പോസ്റ്റ് കാണും, ആ കുഴപ്പമില്ല രക്ഷയുണ്ടായിരിക്കും, ആ തോന്നല, അല്ലാതെ ഫിലോസഫിക്കൽ ആവുന്നതല്ല. അപ്പോ അതിലേറ്റവും കൂടുതൽ അവള് ഉണ്ടായിരുന്നു, വൈഫ് കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മുടെ കൂടെ. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോ ഏതോ ഒരു ഈ ഇൻസ്റ്ററിയിലൊക്കെ ഉണ്ടാക്കുന്ന ഇവളാണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെയും എൻ്റെ കുറെ ഫോട്ടോസ് ഇട്ട് ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഭാര്യ നോക്കിയത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് തെറിയല്ല, കോമഡിയാ. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും. പക്ഷെ ഇവൾക്ക് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇവള് നോക്കുമ്പോ മറ്റേതാ ഉത്തരം. പിന്നെ ഞങ്ങള് ഭർത്താവിന് ആക്സിഡന്റ് പറ്റുമ്പോ കിണറ്റിലിടാറുള്ള പതിവ്. ഈ സാധനങ്ങളുടെ ഒരു കുത്തൊഴുക്ക. അപ്പൊ ആള് പക്ഷെ എടുത്തിട്ടുള്ള സ്ട്രഗിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും കരിയർ വൈസ് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുക. അവള് ആ സ്റ്റാർട്ടിങ്ങിൽ ആ ജോലിയിൽ നിന്ന് മാറേണ്ടി വരിക, 1 മാസം വലിയൊരു ലീവ് എടുക്കേണ്ടി വരിക. ഫുൾ ടൈം എൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഒരു ഷോൾഡർ ആയിരുന്നു, ആക്ച്വലി ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു മൊത്തത്തിൽ അവള് മാത്രമല്ല, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ കുഞ്ഞുനാൾ തുടങ്ങി. അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ സിനിമാറ്റോഗ്രാഫറും ആയിരുന്നു. അപ്പൊ ഇവര് പല രീതിയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ എന്നെ പഠിത്തത്തിലായിരുന്നില്ല എന്നെ ടേക്ക് കെയർ ചെയ്തിരുന്നത്. എൻ്റെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ മിമിക്രി, മോണോ ആക്ട്, ഡാൻസ്, ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കുഞ്ഞുനാളോട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പൊ അച്ഛൻ്റെ ഒരു കംപ്ലീഷൻ പോലെ കാണുന്നു. അമ്മ കുഞ്ഞുനാളിൽ ഞാൻ എന്നെ മറ്റേ എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്മയാണെന്ന് പറയുന്ന പോലെ, ഫസ്റ്റ് എൻ്റെ ഡയറക്ടർ അമ്മയാണ്, അതിലെല്ലാം പറയുന്ന പോലെ അമ്മ അപ്പൊ അതൊക്കെ അമ്മ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണുന്നു എന്ന് പറയുന്ന ഒരു അവരുടെ മറ്റേ ലൈഫ് ഗോൾസ് അവരുടെ പച്ചട്ടിക്ക് കഴിഞ്ഞു.